ഉമ്മൻചാണ്ടി എക്സലൻസ് വിദ്യാഭ്യാസ അവാർഡ് 2026 പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തൃശൂർ എം.എൽ.എ. രാജൻ ജെ പല്ലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ.സി. അഭിലാഷ് സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി എക്സലൻസ് വിദ്യാഭ്യാസ അവാർഡ് 2026 ആശേരിക്കാട്ടിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ.സി. അഭിലാഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ എം.എൽ.എ. രാജൻ ജെ പല്ലൻ എക്സലൻസ് അവാർഡ് ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച അദ്ദേഹം, നിങ്ങളുടെ കഠിന പ്രയത്നം, മാതാപിതാക്കൾ, അധ്യാപകർ, സഹപാഠികൾ എന്നിവരുടെ പരിശ്രമ ഫലമായിട്ടാണ് ഈ നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു. ഉന്നത വിജയത്തിനൊപ്പം സ്നേഹം, വിനയം, ക്ഷമ, സത്യസന്ധത എന്നിവ മുറുകെ പിടിച്ച് ജീവിക്കണമെന്നും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മൂല്യമാണ് അതെന്നും തന്റെ ജീവിതാനുഭവം പങ്കുവച്ച എം.എൽ.എ. കോഓപ്പറേറ്റീവ് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിച്ച് തോറ്റെങ്കിലും പിന്നീട് തൃശൂർ കോർപ്പറേഷനിലേക്ക് തുടർച്ചയായി 25 വർഷം വിജയിച്ച കാര്യവും അദ്ദേഹം ഓർത്തെടുത്തു. തോൽവികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകണമെന്നും എം.എൽ.എ. രാജൻ ജെ പല്ലൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. പാഠപുസ്തകത്തിലെ അറിവ് മാത്രം പോരാ എന്നും തൊഴിൽ മേഖലയിൽ കടുത്ത മത്സരമാണ്. ഇവിടെ വിജയിക്കണമെങ്കിൽ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കണമെന്നും നേതൃത്വപരമായി ഇടപെടണമെന്നും എം.എൽ.എ. പറഞ്ഞു. ഏറ്റവും വിനയമുള്ള മനുഷ്യൻ വഴിയിൽ ഏറ്റവും വലിയ പാവപ്പെട്ടവനെ കൂടി കണ്ട് അവന്റെ പ്രശ്നം പരിഹരിച്ച ശേഷം മാത്രമേ മുന്നോട്ട് പോകൂ എന്നും മനോഹരമായ അന്തരീക്ഷമുള്ള ഈ പ്രദേശത്ത് ഇത്തരമൊരു അവാർഡ് പരിപാടിയിൽ ആദ്യമായി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ.സി. അഭിലാഷിന്റെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ് എന്ന വാക്കുകളോടെയാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷണൽ സ്പീച്ച് അധ്യാപകൻ കൂടിയായ എം.ജെ. സിജു നിർവഹിച്ചു. നേതാക്കളായ ലീലാമ തോമസ്, ഭാസ്കരൻ ആതങ്കാവിൽ, കെ.പി. ചാക്കോച്ചൻ, ജിത്ത് ചാക്കോ, സജി കോട്ടൂർ, രാജു ഖാവിയർ, ജോളി ജോർജ്, വിനോദ് തേനംപറമ്പിൽ, അജു തോമസ്, റെജി പാണങ്കുടിയിൽ, കെ.എം. പൗലോസ്, തോമസ് പി. കുര്യൻ, ബാബു പി, കെ.എ. ഗോപാലൻ, അജി പി.സി, സജി താനിക്കൽ, ഷാജി കീരിമുളയിൽ, ബ്ലസൻ വർഗീസ്, സുജിത് കെ.എം., റെജി ജേക്കബ്, നോബിൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ബസ് സർവീസ് ഉണ്ടോ എന്ന് അഭിലാഷോട് ചോദിച്ചപ്പോൾ ബസ് സർവീസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത സമയങ്ങളിൽ ബസ് ഇതിനെ പാസ് ചെയ്യുകയുണ്ടായി. നമുക്കിനി വേണ്ടത് KSRTC ബസ്സാണല്ലേ അഭിലാഷേ? KSRTC ബസ് കൂടി അനുവദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യമായി തൃശ്ശൂർക്ക് പോകാം. അതുപോലെ തന്നെ തൃശ്ശൂർക്ക് നിന്നും സൗജന്യമായിട്ട് വരാം. അതിനും കൂടിയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. റോഡ് എത്ര പെട്ടെന്ന് തന്നെ ടാർ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുവാന ചടങ്ങാണ് പ്രധാനമായും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉന്നത വിജയം കരസ്ഥമാക്കിയ നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും പ്രയത്നം കൂടിയാണ് ഈ ഉന്നത വിജയത്തിൽ നിങ്ങളെ പ്രാപ്തരാക്കിയത്. അതിന് പ്രത്യേകം നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മാതാപിതാക്കൾ, അധ്യാപകർ, PTA ഭാരവാഹികൾ, സഹപാഠികൾ എല്ലാവരുടെയും പരിശ്രമ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത്. നമുക്ക് കിട്ടുന്ന മോട്ടിവേഷനും പ്രോത്സാഹനവും ഒക്കെ ഇതൊക്കെ ഞങ്ങൾ തരുന്ന ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളാണ്. ഇത് പക്ഷേ ഇതിൽ മനം മയങ്ങി പോകാതെ നാളുകളിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം ഇതിനേക്കാൾ മുകളിലേക്ക് കൊണ്ടുവരുന്നതിന്, ഉയർന്ന തലത്തിൽ എത്തുന്നതിന്, ഇപ്പൊ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി കേരളത്തില് ഏവിയേഷൻ സെന്ററുകൾ കൊണ്ടുവരുന്നതിന് വ്യത്യസ്തമായ നമ്മുടെ നാട്ടിലെ പുതിയ അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിൽ വരുന്ന യുവതികൾ, യുവാക്കൾ, സമ്പന്നരായ ആളുകളൊക്കെ വിദേശത്തേക്ക് കടന്നു പോകുന്നത് നിർത്തുന്നതിന് വേണ്ടി അവരെയൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നതിന്, അവർക്ക് ഇവിടെ തന്നെ ജോലി കൊടുക്കുന്നതിന് വ്യത്യസ്തമായ ഒരുപിടി പദ്ധതികളുമായി കടന്നു വരികയാണ്. തുറമുഖവുമായി ബന്ധപ്പെട്ടും മറ്റു മേഖലകളിലും IT മേഖലകളിലും ഒക്കെ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത്, കേരളം എന്ന സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ, നിങ്ങൾ പഠിച്ച് ഉയർന്ന നിലവാരത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് പോകാതെ ഈ നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ കഴിയട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്